പിന്നെ ഈ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇവരെന്നെ മൂകാംബി ക്ഷേത്രത്തിൽ, പറവൂർ ദക്ഷിണ മൂകാംബി ക്ഷേത്രത്തിൽ വിളിച്ചു വരുത്തിയിട്ട് നമ്മളോട് യൂണിയനിൽ ചേരണം, ചേർന്നില്ലെങ്കിൽ സമാധാനമായിട്ടൊന്നും ജോലി ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞു. അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. അന്ന് കൂടെ ഉണ്ടായത് എനിക്ക് തോന്നുന്നു ഇവരുടെ തന്നെ അനുഭാവികളായിരുന്നു ഭൂരിഭാഗം ആളുകൾ. ഒരു 4-5 പേരുണ്ടായിരുന്നു. അവർ ചുറ്റിന് നിന്നിട്ടാണ് നമ്മളോട് പറയുന്നത് അവരുടെ യൂണിയനിൽ ചേരണം, ചേർന്നില്ലെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ജോലി കിട്ടും. കാരണം ഈ സംവരണത്തിൻ്റെ ഇതിൽ വരുമ്പോൾ എന്തായാലും എനിക്ക് ജോലി കിട്ടുമെന്ന് ഉറപ്പായിരുന്നു അവർക്ക്. അപ്പോൾ റാങ്ക് ലിസ്റ്റൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് വിളിച്ചു വരുത്തിച്ചിട്ട് അങ്ങനെ പറയണേ. നമുക്കതിനൊന്നും നമ്മളുടെ ഇതിൽ സംസാരിക്കാൻ, നമുക്ക് അനുകൂലമായിട്ട് സംസാരിക്കാൻ ആളുകളില്ല. കാരണം ഇവരുടെ ആളുകൾ തന്നെയാണ് ദേവസ്വം ബോർഡിൽ അന്നുണ്ടായത് ഇവരുടെ ആളുകൾ തന്നെയാണ്. നമുക്ക് അനുകൂലിച്ച് സംസാരിക്കാൻ ഒരാൾ പോലും ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്ത ആളുകളാണ് അവരൊക്കെ. അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൽ അവിടെ ശാന്തി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് നിലവിലുണ്ട് നീർക്കോടി ശിവക്ഷേത്രത്തിൽ എനിക്കെതിരെ വന്ന 2 പരാതികളെ പറ്റി അന്വേഷിക്കാനായിട്ട് ഞാനും എൻ്റെ സമുദായത്തിലുള്ളൊരു ചേട്ടനുമായിട്ട് അസിസ്റ്റൻറ്റ് കമ്മീഷണറുടെ ഓഫീസിൽ ചെന്നിരുന്നു. അവിടെ ചെന്ന സമയത്ത് പലതവണ ചെന്നിരുന്നു, അദ്ദേഹം ഒറ്റക്കായാലും ചെന്നിരുന്നു. ആ സമയത്തൊക്കെ പറയണതെന്ന് വെച്ചാൽ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല, അന്വേഷണം നടത്തി റിപ്പോർട്ട് തന്നിട്ടില്ല മാനേജറെ വിളിച്ചറിയുമ്പോൾ പറയും, മാനേജർ പറയും ഞാൻ റിപ്പോർട്ട് കൊടുത്തു, ഇവർ പറയും എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള നാടകീയ മുഹൂർത്തം. കാരണം ധ്വജപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്നുണ്ട്, അതിൽ നിന്നൊക്കെ എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കണേ. അപ്പോൾ ഈ ഞങ്ങൾ അന്വേഷിക്കാൻ ഇതുപോലെ ഫെബ്രുവരി 30 ഞങ്ങൾ അന്വേഷിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ, ജനുവരി 30 ഞങ്ങൾ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ ചെന്നു. ഞാനും ആ ചേട്ടനും കൂടി അന്വേഷിക്കാൻ ചെന്നപ്പോൾ ഇവരുടെ ഒരു അജണ്ട എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ 2024 കൊടുത്ത ആ കേസ് പിൻവലിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യപ്പെട്ട ദിവസത്തിൽ സമാധാനമായിട്ട് സ്വസ്ഥമായിട്ടും ജോലി ചെയ്യാമെന്നാണ് അവർ നമ്മളോട് ആവശ്യപ്പെട്ടു. അങ്ങനെ പറഞ്ഞു നമ്മളോട് പറഞ്ഞു. ഇതിൻ്റെ പിന്നിലും ഇവരും യൂണിയനായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. കാരണം അവർ ആ യൂണിയനിലെ അംഗങ്ങളാണ്. ഈ അസിസ്റ്റൻറ്റ് കമ്മീഷണർ, മാനേജർ, ഇവരെല്ലാം ഈ യൂണിയനിൽ, ഈ ശക്തമായ യൂണിയനിലെ അംഗങ്ങളാണ്. അപ്പോൾ നേരത്തെ അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ച തത്തപ്പള്ളി അമ്പലത്തിൽ വെച്ച് നടന്ന ആളിന് ഇവരുമായിട്ട് ബന്ധമുണ്ട്, യൂണിയനുമായിട്ട് ബന്ധമുണ്ട്. ദേവസ്വം അല്ലെ യൂണിയനുള്ള അല്ലെ ഇടതുപക്ഷമായിട്ട് ബന്ധമുള്ള ആളാണ്. കാരണം ഇടതുപക്ഷ യൂണിയനിലുള്ള ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിലുള്ള ഈ അംഗീകൃത സംഘടനയിലെ ചില വ്യക്തികളായിട്ട് ഇദ്ദേഹത്തിന് നല്ല ബന്ധമുള്ള ആളാണ്. അപ്പോൾ അവർ മുഖാന്തരമാണ് ഈ അസിസ്റ്റൻറ്റ് കമ്മീഷണർ നമ്മളോട് ഇത് പറയുന്നത്. കാരണം അവർക്ക് നമ്മളോട് വ്യക്തിവൈരാഗ്യം വരേണ്ട കാര്യമില്ല. കാരണം അവർ എനിക്ക് തോന്നുന്നു തൃശ്ശൂരുകാരിയാണ്. അവർക്ക് നമ്മളോട് ഇത്തരത്തിലുള്ള വ്യക്തിവൈരാഗ്യം വരേണ്ട കാര്യമില്ല. പക്ഷേ ഇവരെ ഇങ്ങനെ പറഞ്ഞ പ്രഷർ, എനിക്കെതിരെ 2 വ്യാജ പരാതികളുണ്ടെന്നും ഇങ്ങനെയുള്ള ഒരു മറ്റേ ആളെ സംരക്ഷിക്കാൻ വേണ്ടി ആ കേസ് ഒത്തുതീർപ്പാക്കാനും പിന്നെ ഈ കേസ് പിൻവലിക്കാനും അതിനൊക്കെ ഇവരെ പ്രഷർ ചെയ്യുന്നത് ഈ സംഘടനയാണ്. അപ്പോൾ ഈ സംഘടനയുടെ ഉള്ള ആളുകളുടെ പ്രഷർ മൂലമാണ് നമുക്ക് എങ്ങനെയെങ്കിലും ഈ നീർക്കോടി ശിവക്ഷേത്രത്തിൽ തരാതിരിക്കുക. അതാണ് ഇവരുടെ ഉദ്ദേശം. അപ്പോൾ ഈ ധ്വജപ്രതിഷ്ഠാ കാര്യങ്ങളിൽ നമ്മളെ പങ്കെടുപ്പിക്കരുതെന്ന് വരെയും നാട്ടിലുള്ള കുറച്ച് ഈ ഉപദേശ സമിതിയിലുള്ള ആളുകളുടെ അടുത്ത് ഇവരുടെ നിർദ്ദേശങ്ങളുണ്ടായി. ഈ യൂണിയൻ്റെ ഈ ധ്വജപ്രതിഷ്ഠാ കാര്യങ്ങളിലൊന്നും നമ്മളെവിടെ അടുപ്പിക്കരുത്. അതെനിക്ക് തോന്നുന്നത് ആ ഒരു കേസുമായിട്ട് മാല അതുപോലെ തന്നെ മറ്റേ കേസ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളിതൊക്കെ കണ്ടുപിടിച്ചത് കൊണ്ടും ഇതിനെതിരെയൊക്കെ പോരാടിയത് കൊണ്ടാണ് നമ്മളോട് ഇത്രയും വൈരാഗ്യം. അപ്പോൾ നാട്ടിലുള്ള കുറച്ച് ഈ ഇടത് സഹയാത്രികരുമായിട്ട് ഇവർ ബന്ധപ്പെട്ട് ആ ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠാ ചടങ്ങുകളിലൊന്നും വിഷ്ണുവിനെ സഹകരിക്കാൻ സമ്മതിക്കരുത്. എനിക്ക് ഇന്നലെയാണ് ഞാൻ ആ ക്ഷേത്രത്തിൽ 3 ദിവസമായി തുടങ്ങി. വീട്ടിൽ നിന്നിട്ട് നമുക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമം. കാരണം നാട്ടിൽ നടക്കുന്ന ഒരു പ്രധാന ചടങ്ങ്, ഒരു ജന്മത്തിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ചടങ്ങ് കാണാനായിട്ടുള്ള യോഗം ഉണ്ടാവില്ല നമ്മുടെ ഈ വീടിൻ്റെ അടുത്തുള്ള ആ ക്ഷേത്രത്തിൽ. എനിക്ക് തോന്നുന്നു ഇന്നലെയാണ് ഞാൻ വൈകുന്നേരം പോയി എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി നമ്മൾ തൊഴാൻ പോകുമ്പോൾ പിന്നെ നമുക്ക് തൊഴാൻ വരാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. സഹകരിക്കാൻ പാടില്ലെന്ന് അവരുടെ അധികാരം വെച്ച് അവർക്ക് പറയാം. തൊഴാൻ വരാൻ പാടില്ല എന്ന് ആർക്കും പറയാൻ പാടില്ല. ഏതൊരു ഭക്തനും ഏതൊരു ക്ഷേത്രത്തിലും പോയി തൊഴണേനൊന്നും ഇവിടെ ഇതൊന്നുമില്ല. അങ്ങനെ നിരന്തരമായി നമ്മളെ ഈ യൂണിയൻ വേട്ടയാടിക്കൊണ്ടിരിക്കുക. കാരണം നമ്മളെ സംരക്ഷിക്കേണ്ട ആളുകൾ എന്ന് പറയുന്നവർ തന്നെ നമ്മളെ നിരന്തരമായി ഒരു
ക്രൂശിച്ചുകൊണ്ടിരിക്കുക, ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും നമ്മളെ പ്രഷർ ചെയ്ത് ഇതിൽ നിന്ന് പിന്മാറുക, അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുക, നമ്മളിതിൽ നിന്ന് ഇട്ടിട്ട് പോകാൻ ശ്രമിക്കുക. ഞാൻ ഈ രാജിവെക്കണോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ മാനേജർ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു മുദ്ര പേപ്പർ മേടിച്ച് അതിൽ ഇന്ന കാരണങ്ങളും ഉണ്ട്, ഇത്തരത്തിലുള്ള കാരണങ്ങളൊന്നും മുദ്രപത്രത്തിൽ എഴുതാൻ പാടില്ല, ഞാൻ രാജിവെച്ച് പുറത്തു പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് വരെ അവർ പ്രഷർ ചെയ്തു. കാരണം ഇത് മുകളിലേക്ക് ചെല്ലാൻ പാടില്ല, നമ്മളുടെ കാരണം എങ്ങനെയെങ്കിലും വിഷ്ണു രാജിവെച്ച് പോയാൽ മതി. കടലാസിൽ എഴുതി പേപ്പർ എഴുതി തരാൻ പറഞ്ഞ് നമ്മളെ പ്രഷർ ചെയ്ത ആളാണ് മാനേജർ. അവർ പിന്നീടാണ് നമ്മളുടെ ഒരു സ്വാധീനം കൊണ്ട് പലരും നമ്മളോട് പറഞ്ഞു അങ്ങനെ മുദ്രപത്രത്തിലൊന്നും എഴുതി കൊടുക്കാൻ പാടില്ല, എഴുതി കൊടുക്കണമെങ്കിൽ അത് DC, നമ്മുടെ അപ്പോയിൻമെൻറ്റ് അതോറിറ്റിയായ DC ദേവസ്വം കമ്മീഷണറുടെ അനുവാദ പ്രകാരം വേണം. നമ്മൾ ഇത്തരം കാരണത്താലാണ് ദേവസ്വത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നതെന്ന് നമ്മൾ വ്യക്തമായിട്ട് എഴുതി നമ്മൾ രാജിവെക്കുക എന്ന് വെച്ചാൽ എൻ്റെ മനോവിഷമം അറിഞ്ഞുകൊണ്ടാണ് അവർ പറയണത്. എന്ന് വെച്ചാൽ എനിക്കിതിൽ തുടർന്ന് പോകാൻ പറ്റില്ല. ഞാൻ അത്തരത്തിൽ അവരെയൊക്കെ വിളിച്ച് കരഞ്ഞു. നമ്മൾ കുറച്ച് അടുപ്പമുള്ളവരോടൊക്കെ നമ്മൾ പറഞ്ഞു എന്ന് വെച്ചാൽ രാജിവെക്കാതെ നിവൃത്തിയില്ല. ദേവസ്വത്തിൽ കയറി അന്ന് തുടങ്ങി എനിക്ക് തോന്നുന്നു ഞാൻ രാജിവെച്ച അന്ന് 13-ാം തീയതി വരെ എനിക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. ഏത് തരത്തിലാണ് നമ്മളെ ദ്രോഹിക്കണേന്ന് പറയാൻ പറ്റില്ല.